നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 3 ആണ്. ഡേ 2 എന്ന് ഞാൻ പറയാത്തത്, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഡേ 1, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ്പിടും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേയിലാണ് നമ്മൾ പാക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നത്തെ ഡേ 3 എന്ന് പറയുന്നത്. അപ്പം ഡേ 3യിൽ എന്ത് പാക്കാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ എടുത്ത് കണ്ടില്ലേ, ആ ഇലകളെന്ന് പറയുന്നത് ഭൃംഗരാജിൻ്റെ ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യൂന്നി അല്ലെങ്കിൽ കയ്യുണ്ണി എന്നൊക്കെ ചില നാട്ടിൽ പറയും. ആ ഒരു സംഭവമാണ് ഭൃംഗരാജ് എന്നാണ് അതിന് അറിയപ്പെടുന്നത് കേട്ടോ. അതാണ് ഞാൻ എടുത്ത ആ ഒരു ഇലകളെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഈ ഇലകളൊന്നും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഭൃംഗരാജ് പൗഡർ വാങ്ങിയാലും മതിയാകും. അതിന് ശേഷം ഞാൻ എടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ അതിൻ്റെയും കറി ലീവ്സ് പൗഡർ കിട്ടും. നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ളവ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫ്രഷായിട്ട് കിട്ടത്തില്ലെങ്കിൽ അങ്ങനെ പൗഡേഴ്സായിട്ട് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഈ ഒരു 2 ഇലകളും ഒരു കൈപ്പിടി വീതമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ആ ഒരു കറി ലീവ്സിൻ്റെയൊക്കെ തണ്ടുകൾ കളഞ്ഞിട്ട് ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം വളരെ കുറച്ച് ഇത്രയും പോർഷൻ ഒരു കറ്റാർ വാഴ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ലായിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ സംഭവമാണെങ്കിൽ അതായിട്ടും നിങ്ങൾക്ക് വളരെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണമെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ ഡേയിൽ നിങ്ങൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ അത് വളരെ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതായത് ആ ഇലകളൊന്ന് അരച്ചെടുക്കാനുള്ള അത്രയും വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ച് യൂസ് ചെയ്യാം. ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. അത് മാത്രമായിട്ടാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അംല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അംല പൗഡർ, നെല്ലിക്കാപ്പൊടി, അത് നിങ്ങൾക്ക് വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ, ഫ്രഷായിട്ട് വീട്ടിൽ നെല്ലിക്കയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു 2 നെല്ലിക്ക എടുക്കാം കേട്ടോ. ഒരു 2 3 നെല്ലിക്ക എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൗഡറായിട്ട് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതൊക്കെ പൗഡറായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ എന്താ പറയുക, 2 സ്പൂൺ നമ്മുടെ കയ്യൂന്നിയുടെ പൊടി, ആ ഒരു ഭൃംഗരാജ് പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു പൗഡർ, അതുപോലെ തന്നെ 1 സ്പൂൺ കറി ലീവ്സിൻ്റെ പൗഡർ. ഇവയൊക്കെ പൊടിയായിട്ടാണെങ്കിൽ കേട്ടോ. അതിന് ശേഷം കുറച്ച് അലോവേര ജെല്ലും കുറച്ച് കഞ്ഞിവെള്ളം, ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പാക്ക് നല്ലോണം അത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രഷായിട്ട് എടുക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. മിക്കവരുടെ കയ്യിലും ഫ്രഷായിട്ട് മിക്കവാറും കിട്ടാറില്ല. കിട്ടുന്നതൊക്കെ ഫ്രഷായിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. ബാക്കിയൊക്കെ പൗഡേഴ്സ് ഞാനിപ്പം നമ്മുടെ ആ ഒരു നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തില്ല, അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ പാക്ക് റെഡിയാക്കി എടുത്തിട്ട് അത് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുടിയുടെ ലെങ്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക, അത് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാം. മുടിയുടെ ലെങ്തിലേക്കും കൂടി. വേണ്ടാന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓരോരോ സെക്ഷൻസായിട്ട് ഇതുപോലെ തന്നെ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് ആ ഒരു സ്കാൽപ്പ് ഏരിയയിൽ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇത് നല്ല അത്യാവശ്യം തണുപ്പുള്ള ഒരു പാക്കാണ് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ കുറേ കൂടി തണുപ്പാകും. അപ്പോൾ ഇപ്പം മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും തണുപ്പ് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡേയിൽ എടുത്തു വെച്ച ആ ഒരു കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ഞാൻ ഇന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് തണുപ്പ് കാര്യങ്ങളൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം വെച്ചേക്കാമോ അത്രയും സമയം വെച്ചിരുന്നാൽ മതിയാകും. അല്ലാണ്ട് അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറൊക്കെ വെച്ചേക്കാം കേട്ടോ.
പിന്നെ ഭയങ്കര തണുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്തോളൂ, വേഗം തന്നെ വാഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ മുടികളൊക്കെ പോയി എടുത്ത് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയമാണോ വെക്കാൻ പറ്റുന്നത് അത്രയും സമയം വെച്ചതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അപ്പം ഈ ഒരു സമയത്ത് ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇന്നത്തെ ഡേയിൽ ഈ ഒരു പാക്ക് ഇടുക, നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ ഓയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്കാൽപ്പിലേക്കും, അതുപോലെ തന്നെ മുടിയുടെ ലെങ്തിലേക്കും ഓയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആദ്യത്തെ ഡേയിൽ ഇട്ട് കൊടുത്ത ആ ഒരു ഇതിൻ്റെ ഓയിൽ എൻ്റെ മുടിയിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഓയിലോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. നേരെ ഈ ഒരു പാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഡാൻഡ്രഫിനെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുടി വേരുകളെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രീ മെച്വർ ഗ്രേ ഹെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം. നാളത്തെ ഡേയിൽ നമുക്ക് പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കുറച്ച് ഓയിൽ എടുക്കുക, സ്കാൽപ്പിലേക്ക് മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നാളത്തെ ഡേയിൽ. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.